അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിളിക്കുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. അതിലൂടെ അള്ളാഹു അവരെ ജിഹാദിൽ ഉൾപ്പെടുത്തിയേക്കാം. എന്നിട്ട് അവരെ രക്തസാക്ഷിത്വം കൊണ്ട് അലങ്കരിച്ചേക്കാം. അദ്ദുആഇ ബിൽ ജിഹാദി വശഹാദത്തി ലിർരിജാലി വന്നിസാഇ. ഉമർ പറഞ്ഞു, അല്ലേ അള്ളാഹ്, എനിക്ക് നീ രക്തസാക്ഷിത്വം തരണേ നിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണത്തിൽ. വഖാല ഉമറു അല്ലാഹുമ്മർസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി റസൂലിക്. ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ സ്ഥിരം ദുആയായിരുന്നു. റസൂലിൻ്റെ പട്ടണമായത് മദീനയിൽ മരിക്കുകയും വേണം, ഷഹീദാവുകയും വേണം. അത് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആണ് അദ്ദേഹം മരിച്ചത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹറം ബിൻത് മിൽഹാനെ കാണാൻ പോവാറുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു. ഉമ്മു ഹറം ഉബാദ ബിൻ സാമിത്തിൻ്റെ ഭാര്യയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരെ സന്ദർശിച്ചു. അവർ അദ്ദേഹത്തിന് ആഹാരം കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ പേൻ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറകിലൊന്ന് നിന്ന് പേൻ നോക്കുന്നു. നമ്മുടെ പണ്ട് ഒക്കെ ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു രീതി. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. ഉമ്മു ഹറം ചോദിച്ചു, എന്താണ് ചിരിക്കാനുള്ള കാരണം, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിന്തുടർച്ചക്കാർ ഈ സഹാബാക്കളിൽ കുറച്ചു പേരെ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരായിരുന്നു. ഒരു കപ്പലിൻ്റെ മുകളിലാണ്, കടലിൻ്റെ നടുക്കാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അവർ സിംഹാസനങ്ങളിലിരിക്കുന്ന രാജാക്കന്മാരെ പോലെയായിരുന്നു. അതല്ലെങ്കിൽ അവർ സിംഹാസനങ്ങളിലിരിക്കുന്ന രാജാക്കന്മാരായിരുന്നു. ഇസ്ഹാഖ് ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, ഏത് പ്രയോഗം ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് എന്ന് അറിയില്ല, എനിക്ക് ഉറപ്പില്ല. ഉമ്മു ഹറം പറഞ്ഞു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ, എന്നെയും അതിൽ ഒരാളാക്കൂ എന്ന് പറഞ്ഞ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റു ചിരിച്ചുകൊണ്ട്. അപ്പോൾ വീണ്ടും ഉമ്മു ഹറം ചോദിച്ചു, എന്താണ് താങ്കൾ ചിരിക്കുന്നത്, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ കുറച്ച് പിന്തുടർച്ചക്കാർ അല്ലെങ്കിൽ സഹാബാക്കൾ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരായിരുന്നു. ആദ്യത്തെ സ്വപ്നം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഉമ്മു ഹറം പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിനോട് ദുആ ചെയ്യൂ, എന്നെയും അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അതിനകത്തുള്ള ആദ്യത്തെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തി. അവസാനം ഇങ്ങനെ സംഭവിച്ചു. അവർ ഒരു കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്തു. മുആവിയ ഇബ്നു അബി സുഫിയാൻ ഖലീഫ ആയിരുന്ന സമയത്ത് കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്രാ മൃഗത്തിൻ്റെ പുറത്തു നിന്ന് വീണ് അവർ മരിച്ചു. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് ഇത് വ്യക്തമാണ്. അദ്ദേഹം ദിവസവും ഒരു പ്രാവശ്യം കുളിക്കാറുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ 2 പ്രാവശ്യം കുളിക്കാറുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ അതിൽ കൂടുതൽ പ്രാവശ്യം ഒരു ദിവസത്തിൽ കുളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, അദ്ദേഹത്തിൻ്റെ തലയിൽ പേൻ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഇല്ല. ഒരുപക്ഷെ അവർ അദ്ദേഹത്തിൻ്റെ തല ചീകി കൊടുക്കുകയോ അതല്ലെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കുകയോ ആയിരിക്കും ചെയ്തത്. പേൻ നോക്കിയതല്ല എന്നാണ് പറയുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു സമഅഹു യഖൂലു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു അലാ ഉമ്മി ഹറാമിൻ ബിൻതി മിൽഹാൻ ഫതുതിമുഹു വകാനത് ഉമ്മു ഹറാമിൻ തഹ്ത ഉബാദത ഇബ്നു സ്വാമത്തി ഫദഖല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതഅംതുഹു വജഅലത് تفلي رأسه فنام رسول الله صلى الله عليه وسلم ثم استيقظ وهو يضحك. قالت فقلت وما يضحكك يا رسول الله؟ قال ناس من أمتي عرضوا علي غزاة في سبيل الله يركبون سبخ هذا البحر ملوكا على أسرتي أو مثل الملوك على الأسرة. شك إسحاق. قالت فقلت يا رسول الله ادعو الله أن يجعلني منهم. فدعا لها رسول الله صلى الله عليه وسلم ثم وضع رأسه ثم استيقظ وهو يضحك. فقلت ما يضحكك يا رسول الله؟
قال ناس من أمتي عرضوا علي غزاة في سبيل الله كما قال في الأول. قالت فقلت يا رسول الله ادعو الله أن يجعلني منهم. قال أنت من الأولين. فكربت البحر في زمن معاوية ابن أبي سفيان فسريت عن دابتها حين خرجت من البحر فخلقت. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മുസ്ലിം പട്ടാളക്കാരുടെ സ്ഥാനം ദറജാത്തുൽ മുജാഹിദീന ഫി സബീലില്ല. ഖാലു ഹാദിഹി സബീലി വഹാദാ സബീലി. ഖാല അബു അബ്ദില്ലാ ഉസ്സ ആല ഇംറാൻ 106. വജാഹിദു ഗാസിൻ ഹും ദറജാത്തുൻ ആല ഇംറാൻ 123. ലഹും ദറജാത്തുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നമസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കുകയും നോമ്പ് പിടിക്കുകയും റമളാൻ മാസത്തിൽ ചെയ്താൽ അള്ളാഹുവിൻ്റെ മേലിൽ അത് ബാധ്യതയാകുന്നു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത്. അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തില്ലെങ്കിലും അവൻ ജനിച്ചു വീണ നാട്ടിൽ നിന്നാൽ പോലും. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കട്ടെ ആളുകളെല്ലാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിൽ 100 നിലകളുണ്ട്, അല്ലെങ്കിൽ 100 സ്ഥാനങ്ങളുണ്ട്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മുജാഹിദുകൾക്ക് വേണ്ടി മാത്രം അള്ളാഹു തിരഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് വിചാരിക്കുക, എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 7 ആകാശങ്ങൾ അടുക്കടുക്കായി സൃഷ്ടിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ സ്വർഗ്ഗങ്ങളും നമ്മൾ പിന്നീടുള്ള മരിച്ചു ചെല്ലുമ്പോൾ കാണുന്ന സ്വർഗം, അതും അങ്ങനെ തട്ടായിട്ടാണ്. മുകളിലുള്ള സ്വർഗത്തിൽ ഉള്ള ആളുകളെ നമ്മൾ നക്ഷത്രങ്ങളെ പോലെയാണ് താഴെ നിന്ന് നോക്കുമ്പോൾ കാണുക. അപ്പോൾ അത്രയധികം ദൂരമായിരിക്കും. അതാണ് ഈ പറയുന്നത്. അതിൽ തന്നെ 100 അങ്ങനത്തെ നിലകൾ മുജാഹിദുകൾക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചിരിക്കുകയായിരിക്കുന്നു. അതിൻ്റെ 2 നിലകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്ന ആകാശഭൂമികളുടെ ഇടയിലുള്ള ദൂരം ആകുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ആകാശഭൂമികളുടെയൊക്കെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ഹദീസിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭൂമിയും ഒന്നാം ആകാശവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഒന്നാം ആകാശം എന്ന് പറയുന്ന വലിയൊരു മരുഭൂമിയാണ്. അതിനകത്ത് കിടക്കുന്ന ഒരു ചെറിയ മോതിരമാണ് ഭൂമി. അതാണ് വലിപ്പം. സാധാരണ നമുക്കറിയാവുന്ന മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ 90,000 കിലോമീറ്റർ, അതായത് 1,00,000 സ്ക്വയർ കിലോമീറ്റർ വലിപ്പത്തിലുള്ള ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു കുഞ്ഞു മോതിരം വെച്ചാൽ അതാണ് ഭൂമി. അതാണ് ഒന്നാം ആകാശവും ഭൂമിയും തമ്മിലുള്ളത്. അതുപോലത്തെ വ്യത്യാസമായിരിക്കും 2 നിലകൾ തമ്മിൽ. അതുകൊണ്ട് നീ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അൽ ഫിർദൗസ് ചോദിച്ചു കൊള്ളട്ടെ. അതായത് കൃത്യം നടുക്കുള്ള ഏറ്റവും ഉന്നതമായ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സാധനമാകുന്നു, അല്ലെങ്കിൽ സ്ഥലമാകുന്നു അൽ ഫിർദൗസ് എന്ന് പറയുന്നത്. റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, എനിക്ക് തോന്നുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു എന്ന്. അതിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ സിംഹാസനം ആകുന്നു അത്യുന്നതനായ അള്ളാഹു. അതായത് ഫിർദൗസിൻ്റെ മുകളിൽ പിന്നെ നേരെ അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. സിംഹാസനത്തിൻ്റെ താഴെയാണ് അൽ ഫിർദൗസ് എന്ന് പറയുന്നത്. ആ സിംഹാസനത്തിൻ്റെ താഴെ നിന്നാകുന്നു സ്വർഗത്തിലെ നദികൾ കുതിച്ചൊഴുകി വരുന്നത്. നമുക്ക് എല്ലാം അറിയാം, അൽ ഫിർദൗസ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മളുടെ വിശ്വാസപ്രകാരം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉള്ളതാകുന്നു. അതുകൊണ്ടാണ് ബാങ്ക് കഴിഞ്ഞിട്ടുള്ള ദുആയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിർദൗസ് എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യാം എന്ന് പറയുന്നൊരു ഹദീസുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടത്. നമ്മളത് ചോദിക്കുന്നത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി ത്വാമ്മ വസ്സലാത്തിൽ ഖായിമ വആതി മുഹമ്മദിനിൽ വസീല വൽ ഫദീല വദ്ദർജത്തിർ റഫിയ വബഅസുഹു മഖാമൻ മഹ്മൂദനില്ലദി വഅത്തുഹു. അപ്പോൾ അതിനകത്ത് വസീല ഫദീല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റസൂലിന് വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. അത്യുന്നതമായ സ്ഥാനം നീ റസൂലിന് കൊടുക്കണേ എന്നാണ് നമ്മളുടെ ബാങ്ക് കഴിഞ്ഞിട്ടുള്ള ദുആ. നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷെ പലർക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞോളണം എന്നില്ല. നമ്മൾ പൊതുവെ ചോദിക്കുന്നത് റസൂലിന് ഈ ഫിർദൗസ് കൊടുക്കണേ എന്നുള്ളതാകുന്നു. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم من آمن بالله وبرسوله وأقام الصلاة وصام رمضان كان حقا على الله أن يدخله الجنة جاهد في سبيل الله أو جلس في أرضه التي ولد فيها فقالوا يا رسول الله أفلا نبشر الناس قال إن في الجنة 100 درجة أعده الله للمجاهدين في سبيل الله ما بين
ബൈന ദർജതൈനി കമാ ബൈന السماء والأرض فإذا سألتم الله فاسألوه الفردوس فإنه أوسط الجنة وأعلى الجنة أراه قال وفوقه عرش الرحمن ومنه തഫജ്ജറു അൻഹാറുൽ ജന്ന. ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക, സമയാസമയങ്ങളിൽ നമസ്കരിക്കുക, റമദാനിൽ നോമ്പ് പിടിക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് സ്വർഗം ഉറപ്പാണ്. സ്വർഗത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നിലകൾ വേണം എന്നുണ്ടെങ്കിൽ മാത്രം മുജാഹിദ് ആയാൽ മതി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വിശുദ്ധ യുദ്ധം ചെയ്താൽ മതി. അത് ചെയ്തില്ലെങ്കിലും സ്വന്തം നാട്ടിൽ കൃഷിയും പറമ്പും കാര്യങ്ങളും കച്ചവടമൊക്കെ ആയിട്ട് കോഴി വളർത്തലൊക്കെ ആയിട്ട് നടന്നാലും നമുക്ക് ഈ സ്വർഗം കിട്ടും. വലിയ സ്ഥാനം കിട്ടണം എന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമുള്ളൊരു കാര്യം അല്ല. പക്ഷേ ഇതിനു മുമ്പുള്ള ഹദീസിൽ കണ്ടിരുന്നു, ഇത് ഉപേക്ഷിക്കുന്നവരെ അള്ളാഹു നാണം കെടുത്തും, അവരുടെ നാടുകൾ ഇല്ലാതെയായി പോവും, മറ്റുള്ളവർ പിടിച്ചടക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഹിജറ ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്കുള്ളൊരു സ്ഥാനമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. സമൂറ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട്, കഴിഞ്ഞ രാത്രി 2 ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്നു, സ്വപ്നത്തിലാണ് വന്നത്. എന്നെ അവർ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് താമസ സ്ഥലം അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ വാസസ്ഥലം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അത് ഭയങ്കര നല്ല അടിപൊളി വീടായിരുന്നു, ഞാൻ കണ്ടിട്ടുള്ളതിനേക്കാളൊക്കെ വളരെ വലുതായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ, അതായത് മലക്കുകളിൽ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരിൽ ഒരാൾ പറഞ്ഞു, ഈ വീട് രക്തസാക്ഷികൾക്കുള്ള വീടാകുന്നു. അപ്പോൾ അതായത് ഒരു 1.5 വീട് എന്ന് വേണമെങ്കിൽ പറയാം. അൻ സമുറത്ത കാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തുൽ ലൈലത റജുലൈനി അതാനി ഫസ്വഇദ ബി അഷ്ജറത വദഖലാനി ദാറൻ ഹിയ അഹ്സനു വഅഫ്ളലു ലം അറ ഖത്തു അഹ്സന മിൻഹാ ഖാല അമ്മാ ഹാദിഹി ദാറു ഫദാറു ശുഹദാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തുടരുന്നതും രാവിലെയും ഉച്ചയ്ക്കും സ്വർഗത്തിലെ ഒരു വില്ലിൻ്റെ അത്രയുള്ള സ്ഥലം, അതായത് 5-6 അടി സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയും അതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളെക്കാളും ശ്രേഷ്ഠമാകുന്നു. അൽ ഗദ്വതി വറൗഹതി ഫി സബീലില്ലാഹ് വഖാബു ഖൗസി അഹദികും ഫിൽ ജന്ന. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ, അതായത് വിശുദ്ധ യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്, രാവിലെയോ അതായത് രാവിലെയോ തൊട്ട് ഉച്ച വരെയുള്ള സമയം, അതല്ലെങ്കിൽ ഉച്ച തൊട്ട് സൂര്യാസ്തമയം അല്ലെങ്കിൽ വൈകുന്നേരം വരെയുള്ള സമയം, അത് ഈ ഭൂമിയേക്കാളും അതിനകത്തുള്ള എല്ലാത്തിനേക്കാളും, അപ്പോഴുള്ള സ്വർണം വെള്ളി വജ്രം എന്നൊക്കെ പറയുന്ന എല്ലാം കൂടെ കൂട്ടി ഭൂമി മൊത്തമായിട്ട് കിട്ടിയാൽ അതിനേക്കാളും കൂടുതൽ വലിയ കാര്യം ആകുന്നു. عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال لا غدوة في سبيل الله أو روحة خير من الدنيا وما فيها. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്വർഗത്തിലെ ഒരു വിൽപ്പാട് അല്ലെങ്കിൽ ഒരു വില്ലിൻ്റെ അത്രയും ഉള്ള സ്ഥലം എന്ന് പറയുന്നത് അത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലതാകുന്നു. അതായത് ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെയാണല്ലോ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു, രാവിലെ ഉള്ള നേരത്ത് മാത്രമോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉള്ള നേരത്ത് മാത്രമോ, രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെയോ അതല്ലെങ്കിൽ ഉച്ച തൊട്ട് സൂര്യാസ്തമയം വൈകുന്നേരം വരെയോ ഉള്ള സമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഒരു യുദ്ധമെങ്കിലും ചെയ്താൽ അത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മെച്ചമാകുന്നു, അതായത് ഭൂമിയേക്കാൾ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഖാബു ഖൗസി ഫിൽ ജന്നത്തി ഖൈറും മിമ്മാ തത്ലു അലൈഹി ശംസു വതഗ്റുബു വഖാല ലഗദ്വത്തുൻ ഔ റൗഹത്തുൻ ഫി സബീലില്ലാഹി ഖൈറുൻ മിമ്മാ തത്ലു അലൈഹി ശംസു വതഗ്റുബു. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു രാവിലെയോ അതല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്കോ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും നല്ലതാകുന്നു. അൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അർ-റൗഹതു വൽ ഗദ്വതു ഫീ സബീലില്ലാഹി അഫ്ളലു മിനദ് ദുനിയ വമാ ഫീഹാ. അൽ ഹൂറുൽ ഈൻ, ഹൂറികൾ അതല്ലെങ്കിൽ വെളുത്ത സുന്ദരികളായ സ്ത്രീകൾ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണെന്നാണ്. അപ്പോൾ വലിയ കണ്ണുള്ളവരാണ് അവർ, അതൊരു സൗന്ദര്യ ലക്ഷണമാണ്. അവരുടെ ഗുണഗണങ്ങൾ അൽ ഹൂറുൽ ഈനി വ സിഫത്തിഹിന്ന, അവരെ അങ്ങനെ വിളിക്കാനുള്ള കാരണം അവരുടെ ഒരു
കാഴ്ച. അതായത് അവരെ കണ്ടാൽ നമ്മളാകെ അങ്ങോട്ട് ഞെട്ടി തിരിച്ചു പോകും എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിയാൽ നമ്മളൊന്നും അല്ലാതെയായി പോവും അവരുടെ മുമ്പിൽ. എന്നുവെച്ചാൽ ഇല്ലാതെയായി പോകും എന്നല്ല, നമ്മൾക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ് അവരുടെ സൗന്ദര്യം. അതുകൊണ്ടാണ് അങ്ങനെ അവരെ വിളിക്കുന്നത്. ഒറ്റ നോട്ടം നോക്കാൻ പറ്റുന്നവർ, അതിനപ്പുറം നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അതുമാത്രമല്ല, അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഭയങ്കര കറുത്തതായിരിക്കും. അതുപോലെ ബാക്കി കണ്ണ് എന്ന് പറയുന്നത് ഭയങ്കരമായി വെളുത്തതായിരിക്കും. അല്ലാഹു തആലയുടെ വചനം, നാം അവർക്ക് ഹൂറിനെ വിവാഹം ചെയ്തു കൊടുക്കും. അതായത് സുന്ദരികളായ വെളുത്ത സ്ത്രീകൾ, അവർക്ക് വലിയ വിശാലമായ കണ്ണുകൾ ഉണ്ട്. 44-ാമത്തെ സൂറത്ത് 54-ാമത്തെ ആയത്ത്. യഹാറു ഫിഹാ ത്വർഫു ശദീദത്തു സവാദിൽ ഐനി ശദീദത്തു ബയാദിൽ ഐനി വസവ്വജ്നാഹും ബിഹൂർ. അദ്ദുഖാൻ 54. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.